എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും വിമിക്സ് വൈബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഡബ്ലിൻ ഇന്ത്യൻ എംബസി നമ്മൾ വിസിറ്റ് ചെയ്യണം. അവിടെ പോയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പം അത് ആയിട്ട് വരാൻ വേണ്ടി, പോലീസ് ക്ലിയറൻസ് ഒക്കെ ആയി വരാൻ വേണ്ടിയിട്ട്, സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു 2 വീക്സ് സമയമെടുക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഗൂഗിൾ എടുത്തിട്ട് അതിൽ ഇന്ത്യൻ എംബസി അയർലൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സൈറ്റ് കാണും. ആ സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ടേ അവിടെ അതിൻ്റെ ഒരു ഹോം പേജിലോട്ടാണ് നമ്മളത് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആ ഹോം പേജിൽ നമുക്ക് അനേകം ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ പറ്റും. പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൈറ്റുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്തിൽ കൺസൂലർ എന്ന് പറയുന്ന ഒരു ഇത് കാണാം. അതിനകത്ത് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴേക്ക് നമുക്ക് കാണാൻ പറ്റും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. നമുക്ക് ആ ഓപ്ഷനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പേജ് അവിടെ ഓപ്പൺ ആകും. ആ പേജ് ഓപ്പൺ ആകുമ്പോൾ അതിൽ നമുക്ക് 2-3 ഓപ്ഷൻസ് തരുന്നുണ്ട്. ഫോർ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആൻഡ് നോൺ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് എന്നുണ്ട്. അപ്പം നമ്മൾ ഫോർ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് എന്നുള്ളതിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് കുറേ റീജിയൻസ് കാണിക്കും. അതിനകത്ത് നമ്മൾ യൂറോപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ യൂറോപ്പ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് തൊട്ട് താഴെ തന്നെ കുറേ രാജ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ അയർലൻഡ് സെലക്ട് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വേറൊരു പേജിലോട്ട് വരും. ആ പേജിനകത്ത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് അവർ കറക്റ്റായിട്ട് അവർ ഡീറ്റെയിൽസായിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. അപ്പം അതിനകത്ത് തന്നെ അവർ തന്നിട്ടുണ്ട് കൂടുതൽ ലോഗിൻ വിത്ത് രജിസ്റ്റേർഡ് ലോഗിൻ ID ആൻഡ് പാസ്വേഡ്. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ അവർ ഡീറ്റെയിൽസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു അതുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് വീണ്ടും മറ്റൊരു പേജിലോട്ട് അത് ഓപ്പൺ ആകും. അപ്പോൾ അതിൽ നമുക്ക് രജിസ്ട്രേഷനുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ അതിനകത്ത് അവർ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നുണ്ട് ഏത് കൺട്രിയാണ്, മീൻസ് ഏത് എംബസിയിലാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് തന്നെ ഇപ്പം ഡബ്ലിൻ ആയതുകൊണ്ട് ഡബ്ലിൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ നമ്മുടെ നെയിം കൊടുക്കണം. നമ്മുടെ ഗിവൺ നെയിം, സർനെയിം കൊടുക്കണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്. അതിനുശേഷം പിന്നെ നമുക്ക് സെയിം യൂസർ ID, ഇമെയിൽ ID ആണെങ്കിൽ നമ്മൾ എസ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വേറെ ഇമെയിൽ ID ആണെങ്കിൽ നമ്മൾ നോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ഫുള്ള് ലോഗിൻ IDയും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം വീണ്ടും പാസ്വേഡ് നമ്മൾ റീകൺഫേം ചെയ്യണം. ഇതെല്ലാം എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്കവിടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അവർ തന്നിട്ടുണ്ട്. അത് നമ്മൾ തന്നിരിക്കുന്നതായ കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അത് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ നമുക്ക് നമ്മുടെ മെയിലിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വിടും. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ വെരിഫിക്കേഷൻ കോഡ് ഓപ്പൺ ചെയ്തിട്ട് അത് ആക്ടിവേറ്റ് ആക്കണം. നമ്മൾ അക്കൗണ്ട് നമ്മൾ ആക്ടിവേറ്റ് ആയതിനു ശേഷം വീണ്ടും നമ്മൾ ഹോം പേജിലോട്ട് പോയിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതൊരു ഹോം പേജിലോട്ട് പോകും. അപ്പോൾ അവിടെ നമുക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് കാണിക്കുന്നുണ്ട് അപ്ലൈ ഫോർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അപ്പം അതിൻ്റെ ആ തന്നിരിക്കുന്നതായ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ വീണ്ടും അത് വേറൊരു പേജിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് വേറൊരു പേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് വരുന്നത് പാസ്പോർട്ട് ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് എക്സ്പയറി, പ്ലേസ് ഓഫ് ഇഷ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഫയൽ നമ്പർ എന്ന് പറഞ്ഞൊരു ഇത് ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ പാസ്പോർട്ടിൽ ഏറ്റവും ലാസ്റ്റിൽ തന്നെ കിടപ്പുണ്ട് ഫയൽ നമ്പർ. അപ്പോൾ ആ ഫയൽ നമ്പറാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ പർപ്പസ് അവർ ചോദിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് കൊടുക്കുന്നത് നമുക്ക് അവർ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതൊന്നും അല്ലെങ്കിൽ നമുക്ക് അതർ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ കൊടുക്കുന്നത് എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് അത് നെക്സ്റ്റ് പേജിലോട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. പേരൻസിൻ്റെ പേര്, അതേപോലെ നമ്മുടെ മാരീഡ് ആണെങ്കിൽ നമ്മൾ സ്പൗസിൻ്റെ നെയിം കൊടുക്കണം. അപ്പോൾ അതും ആസ് പെർ പാസ്വേഡ് തന്നെ ആയിരിക്കണം.
അതിനുശേഷം നമ്മുടെ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവർ ചോദിക്കുന്നതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും മാരിറ്റൽ സ്റ്റാറ്റസും പിന്നെ പാൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ഐ ഡി ഇതെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഉള്ളതനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസാണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ പാസ്പോർട്ടിലുള്ള സെയിം അഡ്രസ്സ് തന്നെ ആയിരിക്കണം. അതായത് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്തിൽ കൊടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും അടുത്തൊരു പേജ് വരും. അതിനകത്ത് നമ്മുടെ എന്തെങ്കിലും കോർട്ട് റിലേറ്റ് എന്തെങ്കിലും കേസുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടോ അങ്ങനെയൊക്കെയുള്ളതാണ്. എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ എന്ന് പറഞ്ഞ് നമ്മൾ ഫുള്ള് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാം നോ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ ഫുൾ PCCയുടെ ഒരു സമ്മറി നമുക്ക് കാണിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അതിനകത്തിലുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അത് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ പോയിട്ട് അത് വീണ്ടും ക്ലിയർ ചെയ്യുക. ഇല്ല എങ്കിൽ നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതായതിനു ശേഷം നമുക്ക് കാണിക്കും, താങ്ക് യു, യുവർ ആപ്ലിക്കേഷൻ ഫോം ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കും. അതിന് ശേഷം വീണ്ടും നമ്മൾ ഹോം പേജിൽ പോയിട്ട് അവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത ആ ഫോം നമ്മളെ കാണിക്കും. അപ്പോൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പ്രിൻ്റ് ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മൾക്ക് ആ ഫുള്ള് നമുക്ക് എടുത്തിട്ട് നമുക്ക് പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്. അത് ഫുള്ള് ജസ്റ്റ് നോക്കുക. അതിന് ശേഷം നമ്മൾ പ്രിൻ്റ് കൊടുക്കുക. നമ്മൾ പ്രിൻ്റ് എടുത്തതിന് ശേഷം ഇവിടെ നമ്മളൊരു ഫോട്ടോ ഒട്ടിക്കണം. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2x2 സൈസാണ് അവർ ചോദിക്കുന്നത്. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ഒരു കോളമുണ്ട്. അതിൽ നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ ഇടണം. അതിനുശേഷം അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അടുത്ത പേജിൽ നമ്മുടെ സിഗ്നേച്ചർ ഇടണം. എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ GNIB കാർഡിൻ്റെയും പാസ്പോർട്ടിൻ്റെയും ഓരോ കോപ്പി വീതം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ഒറിജിനൽ പാസ്പോർട്ടും ഒറിജിനൽ GNIB കാർഡും നമ്മൾ വാലിഡ് പാസ്പോർട്ടും GNIB കാർഡും കൂടി നമ്മുടെ കയ്യിൽ കരുതണം. അപ്പോൾ അവർ നമുക്ക് വെരിഫിക്കേഷന് വേണ്ടി അത് ചോദിക്കുന്നതായിരിക്കും. 22 യൂറോ ആണ് നമുക്ക് സർവീസ് ചാർജായിട്ട് അവർ ഈടാക്കുന്നത്. അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. അവരപ്പോൾ ഉടൻ തന്നെ നമുക്ക് മെയിൽ അയക്കുന്നതായിരിക്കും. ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതായ സമയം രാവിലെ 9:00-നും 12:00-നും ഇടയ്ക്കാണ്. അതേപോലെ തന്നെ വൈകിട്ട് 4:00-നും 5:00-നും ഇടയ്ക്കാണ്. കളക്ഷൻ ടൈം ഈവനിങ് ആയിരിക്കും. അപ്പം അത് ഇത് വന്നതിന് ശേഷം അവർ നമ്മളെ മെയിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.